നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. പരമാത്മാവ് പുരുഷനായും പ്രകൃതിയായും രണ്ടായി വിഭജിക്കപ്പെട്ട ശേഷം ആ പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മഘടകങ്ങൾ എങ്ങനെ ഉദ്ഭവിക്കുന്നു എന്നതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പ്രകൃതിയുടെ വികാസം. പ്രകൃതിയിൽ നിന്ന് ബുദ്ധി, മനസ്സ് തുടങ്ങിയ തത്വങ്ങൾ ഉണ്ടാകുന്ന ക്രമമാണിത്. തസ്യാംശ്ചാംശേന വികൃതിഃ സാ ജനാനാവിദാ മുനേ ബുദ്ധിർമനശ്ചഹങ്കാരഃ ശബ്ദാദ്യാശ്ച തതഃ പരം. തസ്യാഹ ആ പ്രകൃതിയുടെ, അംശേന അംശം കൊണ്ട്, ഭാഗം കൊണ്ട്, വികൃതിഃ മാറ്റം, രൂപാന്തരം, സൃഷ്ടി, സാ അത്, നാനാവിധ പലവിധത്തിലുള്ളവ, മുനെ ഹേ മുനെ ശൗനകനെ അഭിസംബോധന ചെയ്യുന്നു. ബുദ്ധിഃ ബുദ്ധി, തീരുമാനമെടുക്കുവാനുള്ള കഴിവ്, മനഃ മനസ്സ്, അഹങ്കാരഃ അഹങ്കാരം, ഞാൻ എന്ന ഭാവം, ശബ്ദാദ്യാഹ ശബ്ദം തുടങ്ങിയ വിഷയങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം തുടങ്ങിയവ. തതഃ പരം അതിനുശേഷം. സാരം. ഹേ മുനെ ആ മൂലപ്രകൃതിയുടെ അംശങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള വികൃതികൾ, വികാരങ്ങൾ അഥവാ മാറ്റങ്ങൾ ഉണ്ടായി. അതിൽ നിന്ന് ബുദ്ധി, മനസ്സ്, അഹങ്കാരം എന്നിവയും തുടർന്ന് ശബ്ദാദി പഞ്ചവിഷയങ്ങളും ഉദ്ഭവിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം സാംഖ്യശാസ്ത്രത്തിലെ സൃഷ്ടിക്രമത്തെ ലളിതമായി അവതരിപ്പിക്കുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ രൂപരേഖയാണിത്. ക്രമം, ദ ഓർഡർ. ആദ്യം ഭൗതികമായ ശരീരമല്ല ഉണ്ടാകുന്നത്, മറിച്ച് സൂക്ഷ്മമായ തത്വങ്ങളാണ്. 1. ബുദ്ധി, മഹത്ത്, വിവേചന ശക്തി. 2. അഹങ്കാരം, ഈഗോ, ഞാൻ എന്ന വ്യക്തിത്വബോധം. 3. മനസ്സ്, മൈൻഡ്, സങ്കല്പ വികൽപ്പങ്ങൾ ചെയ്യുന്ന ഇടം. തന്മാത്രകൾ. ശബ്ദാദ്യാഹ എന്നത് പഞ്ചതന്മാത്രകളെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നിവയാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണശിലകൾ. വികൃതി. പ്രകൃതി മാറ്റമില്ലാതായിരിക്കുമ്പോൾ അത് ശാന്തമാണ്. എന്നാൽ സൃഷ്ടി നടക്കുമ്പോൾ അതിൽ ചലനമുണ്ടാകുന്നു, വികൃതി. ഈ ചലനമാണ് നമ്മെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, നാം പുറമേ കാണുന്ന ഈ ലോകം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഹങ്കാരത്തിൻ്റെയും വികാസം മാത്രമാണ്. ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഞാൻ, അഹങ്കാരം പോലും പ്രകൃതിയുടെ ഒരു മാറ്റം മാത്രമാണെന്നാണ്. ഇത് തിരിച്ചറിയുമ്പോൾ മനുഷ്യന് വിനയമുണ്ടാകുന്നു. അടുത്ത ശ്ലോകത്തിൽ ഈ തത്വങ്ങളിൽ നിന്ന് എങ്ങനെയാണ് സ്ഥൂലമായ ലോകം രൂപപ്പെടുന്നത് എന്ന് വിവരിക്കുന്നു. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.